മഴ കോരിച്ചൊരിയാൻ നിൽക്കുന്ന മൺസൂൺ കാലത്തിൻ്റെ ആദ്യ ദിവസം. അങ്ങനെ യാത്ര തിരിക്കുകയാണ്. യാത്ര എങ്ങോട്ടാണെന്നല്ലേ? ഇനിയും ഒരുപാട് യാത്രകളൊക്കെ ചെയ്യേണ്ട ഒരിടം തിരിച്ചു പിടിക്കാനാണ്. മനുഷ്യന്മാരൊക്കെ സ്വപ്നങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത് എന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട് എനിക്ക്. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ബസ്സിൻ്റെ ഒരു മൂലക്കിലിരുന്ന് യാത്ര തുടങ്ങുകയാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മൊബിലിറ്റി എന്ന് പറയുന്നത് അവളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോഴാണ് എൻ്റെ 22ാമത്തെ വയസ്സിൽ ഞാൻ ഒരു വണ്ടി സ്വന്തമാക്കുന്നത്. കുറച്ച് ദിവസം മുന്നേ ഞാൻ വീണതിൻ്റെ ഓർമ്മയ്ക്ക് അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞ് ഒന്ന് കാക്ക കാഷ്ടിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ വണ്ടി എന്നുള്ള നിലയ്ക്ക് ഞാനതെടുത്ത് പോരുകയാണ് വീട്ടിലേക്ക്. വലിയ പോറലുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടെങ്കിലും പഴയ പാർട്സ് തിരിച്ചു കൊണ്ടുപോകാമെന്ന് സർവീസ് സെൻറ്ററിലെ ചേട്ടൻ പറഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം ഒന്നും കൂടെ വീണാൽ ഇനിയും വെക്കാൻ സാധനങ്ങളുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരിക്കാം ഒരു പക്ഷേ അതിന് പിന്നിൽ. ഒരു കോൺവെക്കേഷനൊക്കെ കഴിഞ്ഞ് വരുന്നത് പോലെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കിട്ടിയതിൻ്റെ സർട്ടിഫിക്കറ്റുമായി നമ്മൾ വന്നപ്പോൾ ബാക്കിയുള്ള പാർട്സുകളൊക്കെ നമുക്ക് കവറിലാക്കി തന്നു അവർ. ഇനി അടുത്ത വീഴ്ചയിൽ ഈ കണ്ട സാധനങ്ങളൊക്കെ തിരിച്ചു വെക്കാലോ എന്നുള്ള പ്രതീക്ഷയിലും പ്ലാനിലുമാണ് നമ്മളവിടുന്ന് തിരിച്ചിറങ്ങിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാധനങ്ങളൊക്കെ തിരിച്ച് വണ്ടിയിലാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ടാസ്ക് പിടിച്ച കാര്യമായിരുന്നു. പക്ഷെ എന്നാലും നമ്മളുടെ സാധനമാണല്ലോ, നമുക്കവിടെ ഇട്ട് പോരാൻ പറ്റൂലല്ലോ എന്നുള്ള ആ ഒരു ഗതികേട് കൊണ്ട് നമ്മളങ്ങനെ കയ്യിലെടുത്ത് കൊണ്ടുവന്നു. അങ്ങനെ എൽ ഷേപ്പിലിരിക്കേണ്ട ഞാൻ കുറച്ച് ആംഗിൾ കൂടിയ ഷേപ്പിലാണ് ഇരുന്നത്. ഈ ഓട്ടയിലൂടെ നോക്കിയാൽ നമുക്ക് അപ്പുറം കാണാൻ പറ്റുമായിരുന്നു. കാരണം ഞാൻ ഇരിക്കുന്നതിൻ്റെ പൊസിഷനും എൻ്റെ വെർട്ടിബ്രയുടെ പൊസിഷനും വളരെ നല്ല കോലത്തിലായിരുന്നില്ല. ഇതൊക്കെ വണ്ടിയിൽ വെച്ച് വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി ഇനി എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലെത്തിയപ്പോൾ നല്ലൊരു മഴ പെയ്തു. ഈ കവിതയിലൊക്കെ പറയുന്നത് പോലെ സന്തോഷം വരുമ്പോൾ ആനന്ദക്കണ്ണീര് വരുമെന്നൊക്കെ പറയുന്നത് പോലെ ഭൂമി അങ്ങനെ കരയാൻ തുടങ്ങി.